രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സുന്ദരകാണ്ഡത്തിന്റെ സുന്ദര കാവ്യധാരയിലൂടെ തന്നെ നമ്മൾ മുന്നേറുകയാണ്. മത്സരങ്ങൾ ആരംഭിക്കുന്നു. ആദ്യം പ്രശ്നോത്തരി മത്സരം. പ്രശ്നോത്തരി മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ സ്കൂളുകളെ സ്വാഗതം ചെയ്യാം. ടീം എ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ, കണ്ണൂർ. ടീം ബി ചിന്മയ വിദ്യാലയ, നറുവാൻമൂട്. നമുക്ക് പരിചയപ്പെടണ്ടേ? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് അടിച്ചു പൊളിച്ചു പോയതല്ലേ അല്ലേ? പറയൂ. രാഹുൽ കെ, കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു, 9ാം തരത്തിൽ പഠിക്കുന്നു. ആദിദേവി എം, കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു, 9ാം തരത്തിൽ പഠിക്കുന്നു. മോള് പറയൂ, പേര് പറയൂ. എൻ്റെ പേര് അപർണ ഉദയൻ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ഭവ്യാസിന്, 9ാം തരത്തിൽ പഠിക്കുന്നു. ഓക്കെ, റെഡി അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഏത് പർവ്വതത്തിന് മുകളിലാണ് ലങ്കാ നഗരം നിർമ്മിച്ചിരിക്കുന്നത്? എ ത്രികൂടം, ബി ചിത്രകൂടം, സി അഗസ്ത്യകൂടം, ഡി മലയപർവ്വതം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ത്രികൂടം എ. ത്രികൂടം എ. ഓക്കെ, ലോക്ക് ചെയ്തു. ത്രികൂട പർവ്വതത്തെ കുറിച്ച് വേറെ എന്തെങ്കിലും അറിയോ? ത്രികൂട പർവ്വതത്തിലാണ് ലങ്ക നഗരം സ്ഥിതി ചെയ്യുന്നത്. 700 യോജനയാണ് അതിന്റെ വിസ്തൃതം. ഹനുമാൻ അവിടേക്ക് വന്നതിന് ശേഷം അത് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. നിങ്ങളുടെ ചോദ്യം ഇതാണ്: എങ്ങനെയുള്ളവരെയാണ് പരസ്ത്രീകൾ നാശത്തിലേക്ക് നയിക്കുന്നതായി സീത പറയുന്നത്? എ തങ്ങൾക്കൊത്തു തുള്ളുന്നവനെ, ബി ഇന്ദ്രിയങ്ങളെ അടക്കാൻ കഴിയാത്ത ചപലനെ, സി ധനികരെ, ഡി ധനം ധാരാളിക്കുന്നവരെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ തങ്ങൾക്കൊത്ത് തുള്ളുന്നവനെ. ഓപ്ഷൻ എ തങ്ങൾക്കൊത്ത് തുള്ളുന്നവനെ ഞാൻ ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, ലോക്ക് ചെയ്തു. തങ്ങൾക്കൊത്ത് തുള്ളുന്നവന്. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം തെറ്റാണ്. ടീം ബി ഉത്തരം പറഞ്ഞില്ല. അതുകൊണ്ട് ടീം എയോട് ഞാൻ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. എങ്ങനെയുള്ളവനെയാണ് പരസ്ത്രീകൾ നാശത്തിലേക്ക് നയിക്കുന്നതായി സീത പറയുന്നത്? ബി ഇന്ദ്രിയങ്ങളെ അടക്കാൻ കഴിയാത്ത ചപലനെ, സി ധനികരെ, ഡി ധനം ധാരാളിക്കുന്നവരെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി ഇന്ദ്രിയങ്ങളെ അടക്കാൻ കഴിയാത്ത ചപലനെ. ഓപ്ഷൻ ബി ഇന്ദ്രിയങ്ങളെ അടക്കാൻ കഴിയാത്ത ചപലനെ. ഓക്കെ, ഫൈൻ, ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. രണ്ടുപേരുടെയും എക്സ്പ്രഷൻ നന്നായിരുന്നു. അടുത്തതിൻ്റെ പിന്നത്തെ സ്റ്റേജ് കയറിയാൽ ഇത് അഹങ്കാരമായി മാറും. അതാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ ഇപ്പുറത്തെ ലൈനിൽ നിൽക്കാവും. അഹങ്കാരമാണെന്ന് ഒരാൾക്ക് തോന്നുന്ന വിധത്തിലുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാവരുത്. വെരി ഗുഡ്. ടീം എക്ക് 1 മാർക്ക്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ശ്രീരാമനുള്ള സന്ദേശമായി സീത ഹനുമാനോട് പറയുന്നത് എന്താണ്? എ ഞാൻ എത്ര വേണമെങ്കിലും കാത്തിരിക്കാം, ബി ഞാൻ ഉടൻ മരിക്കും, സി ഞാൻ 1 മാസത്തിലധികം ജീവിച്ചിരിക്കില്ല, ഡി ഞാൻ സ്വയം കടൽ കടക്കും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി ഞാൻ 1 മാസത്തിലധികം ജീവിച്ചിരിക്കില്ല. ഞാൻ 1 മാസത്തിലധികം ജീവിച്ചിരിക്കില്ല. ലോക്ക് ചെയ്തു. അങ്ങനെയാണോ പറഞ്ഞത്? അതായത് രാവണന് ഒരു നിശ്ചിത സമയം കൊടുക്കുന്നുണ്ട്. അതിന് കഴിഞ്ഞാൽ രാവണൻ തന്നെ അശനമാക്കും എന്ന് സീതാദേവി ഹനുമാനോട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ശ്രീരാമദേവനെ ഉടൻ തന്നെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള വേല ചെയ്യാൻ ഹനുമാനോട് പറയുന്നത്. അതുകൂടാതെ എത്രയും പെട്ടെന്ന് ദശാസ്യനെ വധിച്ച് ദശമുഖനെ വധിച്ച് എന്നെ ഈ ലങ്കയിൽ നിന്ന് കൊണ്ടുപോകണം എന്നും പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. സുഗ്രീവന്റെ മധുവനത്തെ പാലിച്ചിരുന്നതാര്? എ വലിമുഖൻ, ബി സുഷേണൻ, സി നീലൻ, ഡി ദതിമുഖൻ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഓപ്ഷൻ ഡി ദതിമുഖൻ. ഓപ്ഷൻ ഡി ദതിമുഖൻ. ലോക്ക് ചെയ്തു.
നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ജലനിധിയും അചലവരനോട് ചൊല്ലിയിടിനാൻ എന്താണ് സമുദ്രം പർവ്വതത്തോട് ചൊല്ലിയത്? എ. സമുദ്രം വെടിഞ്ഞു പോകാൻ. ബി. ഹനുമാനെ സൽക്കരിക്കാൻ. സി. തല കുനിക്കാൻ. ഡി. ആശ്രയം നൽകാൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി ഹനുമാനെ സൽക്കരിക്കാൻ. ഓപ്ഷൻ ബി ഹനുമാനെ സൽക്കരിക്കാൻ ആണോ? ഓക്കെ, ലോക്ക് ചെയ്തു. ജലനിധി ഏത് അചലവരനോടാണ് അങ്ങനെ പറഞ്ഞത്? മൈനാകം അല്ലെങ്കിൽ സുനാദം. അതുകൂടാതെ ഹിമവാന്റെയും മേനകയുടെയും പുത്രനാണ് മൈനാകം. കൃതയുഗത്തിൽ പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നു. ഇത് മനുഷ്യർക്കും മറ്റുള്ളവർക്കും ദോഷകരമാകുമ്പോൾ ദേവേന്ദ്രൻ അവരുടെ ചിറക് ഛേദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മൈനാകം രക്ഷപ്പെട്ട് സാഗരത്തിൽ വരികയായിരുന്നു. അന്ന് പറഞ്ഞത് രാക്ഷസന്മാർക്കൊരു പൊഴുതായിട്ട് നീ സാഗരത്തിൻ്റെ അന്തർഭാഗത്ത് വസിക്കണം എന്നാണ്. അതുകൊണ്ട് ഇവിടെ ജലനിധി എന്ന് പറയുന്നത് സമുദ്രം അഥവാ സാഗരം. സഗര നൃപതി തനയരെന്നെ വരെ വളർക്കയാൽ സാഗരമെന്ന് ചൊല്ലുന്നിതെല്ലാവരും തദപി ജനഭവനറിക രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതും ഇവൻ. ഇടയിലൊരു പതനം ഇവനില്ല. തൽക്കാരണാൽ ഇവനെ ചെന്ന് സഹായിക്കണം, സൽക്കരിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ചോദ്യം ഇതാണ്. ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്കെ നീ ആരുടെ വാക്കുകൾ ആരോട് പറയുന്നു? എ. സീത ഹനുമാനോട്. ബി. ഹനുമാൻ രാവണനോട്. സി. ത്രിജട സീതയോട്. ഡി. രാവണൻ ഇന്ദ്രജിത്തിനോട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി ഹനുമാൻ രാവണനോട്. ബി ഹനുമാൻ രാവണനോട്. എപ്പോഴാ പറഞ്ഞത് ഹനുമാൻ രാവണനോട്? ഹനുമാനെ ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിച്ച് ഇന്ദ്രജിത്ത് ഹനുമാനെ ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിച്ച് രാവണ സന്നിധിയിൽ എത്തിച്ചപ്പോഴാണ് ഇങ്ങനെ പറയണത്. അപ്പൊ ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. ഇന്ന് ടീം എ നേടിയിരിക്കുന്നത് 7 മാർക്കാണ്. ടീം ബി 4 മാർക്ക്. സാരമില്ല, നാളെ ഇനിയും നിങ്ങൾക്കത് സ്കോർ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇതോടെ ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്തത് ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. തുടങ്ങല്ലേ? ടീം എ നമ്മൾ പരിചയപ്പെട്ടില്ല, പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് കലാമയി, ഞാൻ +1 പഠിക്കുന്നു. ഓക്കെ. രാഹുൽ 9th പഠിക്കുന്നു. ഓക്കെ. എൻ്റെ പേര് അപർണ ഉദയൻ, ഞാൻ 8ാം തലത്തിൽ പഠിക്കുന്നു. ഭവ്യാസനൽ 9ാം തരത്തിൽ പഠിക്കുന്നു. തുടങ്ങല്ലേ? താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. ത്രിദശകുലരിപു ദശമുഖാന്തഃ പുരവരേ ദിവ്യലീലാവനെ പാദപസംഗുലേ നവകുസുമഫലസഹിത വിടപിയുത ശിംശപാനാമവൃക്ഷത്തിൻ ചുവട്ടിലതിശുച നിശിചരികൾ നടുവിലഴലൊടു മരുവിടുന്നേടോ നിർമ്മലഗാത്രിയ ജാനകി സന്തതം. വിശദീകരിച്ചോളൂ. സുന്ദരകാന്ഡത്തിലെ അതിസുന്ദരമായ വരികളിലൊന്നാണിവ. ലങ്കാലക്ഷ്മി മോക്ഷത്തിലെ വരികളാണിത്. ലങ്കയുടെ ഐശ്വര്യലക്ഷ്മിയായ ലങ്കാലക്ഷ്മി ഹനുമാനോട് പറയുന്ന വാക്കുകളാണിത്. ചരമഗിരി ശിരസി രവിയും പ്രവേശിച്ചിതു ചാരുലങ്കാ ഗോപുരാഗ്രേ കബീന്ദ്രനും എന്ന് എഴുത്തച്ഛൻ പറഞ്ഞതിൻ്റെ സൂചനയാണിത്. ലങ്കാലക്ഷ്മിക്ക് ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം എന്തെന്നാൽ ഒരു കവിയുടെ കയ്യിൽ നിന്ന് താടനമേറ്റാൽ ഉടൻ തന്നെ ലങ്ക വിട്ടുപോവുക, അന്ന് ലങ്കയുടെ നാശമാണ്, അന്ന് ലങ്ക ഭസ്മമാകും എന്ന്. അതായത് ഹനുമാന്റെ വരവോടെ ലങ്കയുടെ ഐശ്വര്യം പോയി മറഞ്ഞു എന്ന് സാരം. ലങ്കയുടെ ഉത്തുംഗ ശൃംഗങ്ങളിൽ അസ്തമയത്തിന്റെ കരിനിഴൽ വീണു എന്നർത്ഥം. ദേവന്മാരുടെ ശത്രുവായ രാവണന്റെ അന്തഃപുരത്തിൽ അവന്റെ ക്രീഡാവനമായ പ്രമദവനത്തിൽ പുതിയ പുഷ്പങ്ങൾ ചൂടിയ ഒരു ശിംശപാ നാമ വൃക്ഷത്തിൻ ചുവട്ടിൽ പതിവ്രതാരത്നമായ സീതാദേവി നിശിചരികൾക്ക് നടുവിൽ, രാക്ഷസികൾക്ക് നടുവിൽ ഇരിക്കുന്നു. ഈ വിവരം നീ ഉടൻ തന്നെ ശ്രീരാമദേവനോട് അറിയിക്കുക എന്ന് ലങ്കാലക്ഷ്മി ഹനുമാനോട് അതീവ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും പറയുന്ന വരികളാണിവ. അതായത് ഇവിടെ രാമകാര്യാർത്ഥമായി പോകുന്ന ഹനുമാന് ലങ്കാലക്ഷ്മിയുടെ, ലങ്കയുടെ ഐശ്വര്യലക്ഷ്മിയുടെ
സഹായം കിട്ടുകയാണ്. അതായത് ഈശ്വരനാമ ജപവുമായി ജീവിതത്തിൽ മുന്നേറുന്ന ജീവിതയാത്രയിൽ ഈശ്വരനെ മുറുകെ പിടിച്ച് ഈശ്വര ചിന്തയിൽ മുഴുകി കഴിയുന്ന ഓരോ മനുഷ്യനും, ഓരോ വ്യക്തിക്കും, ഓരോ ജീവാത്മാവിനും സ്വയം മഹാലക്ഷ്മിയുടെ സഹായം കിട്ടും എന്ന് തീർച്ച. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ, അസലായി വിവരണവും ഈ ഒരു ചൊല്ലലും. അതിനകത്ത് നമുക്ക് ദീർഘമുള്ള വാക്കുകൾ മാത്രമേ നമ്മൾ അവിടെ ഒരു എന്താ പറഞ്ഞ ഒരു നീട്ട് കൊടുക്കാവുള്ളൂ. ഇപ്പം നിർമ്മല അവിടെ വേണ്ടത് നിർമ്മല ഗാത്രിയാം അത്ര മതി നമുക്ക്. അപ്പോൾ സംഗതികൾ കൊടുക്കുമ്പോൾ നമുക്ക് സാഹിത്യം അനുസരിച്ച് കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇപ്പോൾ ചൊല്ലിയത് ഭംഗിയായിരുന്നു, തർക്കമില്ല. ത്രിദശ കുലരിപുദശ മുഖാന്തപുരവരേ ദിവ്യലീലാവനെ പാദപസംഗുലേ നവകുസുമദല സഹിത വിടപിയുത ശിംശപാനാമ വൃക്ഷത്തിൻ ചുവട്ടിലതിശുച നിശിചരികൾ നടുവിലഴലൊടു മരുവിടുന്നെടോ നിർമ്മലഗാത്രിയാം ജാനകി സന്തതം. ഗോപാലകൃഷ്ണൻ സർ, വിവരണം നൽകിയതിൽ ശക്തമായിട്ടുള്ള ഇൻഫർമേഷൻ്റെ ഇൻപുട്ടുണ്ട്. അതിനത് ആലപിച്ച രീതിയിൽ അതുണ്ടോ? നന്നായിരുന്നു ആലപിച്ചത്, ഒട്ടും മോശമല്ല. പക്ഷേ മറ്റേയാൾ രാഹുൽ അത് വിവരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇമ്പാക്റ്റ് അത് ആലപിച്ചതിലുണ്ടായിരുന്നോ എന്നൊരു സംശയം. ഏതായാലും നന്നായിട്ടുണ്ട്, രണ്ടുപേരുടെയും വളരെ നന്നായിട്ടുണ്ട്. വെരി ഗുഡ്, നന്നായിട്ട് തന്നെ പറഞ്ഞു. മോള് കുറച്ചുകൂടെ ഒരു എനർജി ഇമോഷനും അതിലിടാം കേട്ടോ. എക്സലൻ്റ് ആണ് രണ്ടുപേരും. യാതൊരു ഇതുമില്ല, പക്ഷേ സ്റ്റിൽ ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് പറയാം. കുറച്ചുകൂടെ ഒരു ഇമോഷനും വൈബ്രൻസും കൂടി ആ കാര്യത്തിൽ വരികയാണെങ്കിൽ കുറേ കൂടി നന്നായിരുന്നു. രാഹുൽ നന്നായിട്ട് പറഞ്ഞു. നമ്മുടെ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആകാം. നിങ്ങൾ 80 ആണ് പെർഫോം ചെയ്യുമെങ്കിൽ 85-ൽ പെർഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളവരാണ് എന്ന് ഓർപ്പിക്കും. നമുക്ക് മാർക്സിലോട്ട് കിടക്കാം അല്ലേ? ശ്രീകുമാർ സർ, 8 out of 10 ആണ്. ഗോപാലകൃഷ്ണൻ സർ, ഭാവം കുറച്ച് വരാത്തതുകൊണ്ട് ഞാൻ 8 തരുന്നു. ഈശ്വജി, 8.5-ക്കുള്ളതുണ്ട്, പക്ഷേ 8 തരുന്നുള്ളൂ. അപ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 24 മാർക്കാണ്. അടുത്ത കാവ്യം ടീം ബിയുടേതാണ്. ടീം ബിയുടെ കാവ്യം സ്ക്രീനിൽ. നികൃതി പെരുതിവനു വസനങ്ങളിലൊന്നിനി സ്നേഹവുമെല്ലാം ഒടുങ്ങീത ശേഷവും അലമലമിതമലനിവനെത്രയും ദിവ്യനീതാർക്കു തോന്നി വിനാശത്തിനെന്താർ ചിലർ അനലമിഹവസനമിതിനലമിനിവാലധിക്യാശു കൊളുത്തുവിൻ വൈകരുതേ തുമേ. ബ്യൂട്ടിഫുൾ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ വിരചിതമായ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാണ്ഡത്തിലുള്ള വരികളാണിവ. രാവണൻ ഹനുമാനെ കൊല്ലുവാൻ ആരംഭിക്കുമ്പോൾ വിഭീഷണൻ വന്ന് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. ദൂതന്മാരെ കൊല്ലുന്നത് ശരിയല്ലെന്നും എന്തെങ്കിലും ഒരടയാളമുണ്ടാക്കി തിരികെ വിട്ടയച്ചാൽ മതിയെന്നും അദ്ദേഹം ഉപദേശിക്കുന്നു. ഈ ഉപദേശം സ്വീകരിച്ച് രാവണൻ ഹനുമാന്റെ വാലിൽ തുണി ചുറ്റി തീ കൊളുത്തിയതിനു ശേഷം വിട്ടയക്കുവാൻ ആജ്ഞാപിക്കുകയാണ്. ഉടനെ രാക്ഷസന്മാർ ഹനുമാന്റെ വാലിൽ തുണി ചുറ്റുവാൻ തുടങ്ങി. തുണി ചുറ്റുന്നതിനനുസരിച്ച് വാൽ വളർന്നുകൊണ്ടേയിരുന്നു. വാലിൽ ചുറ്റുവാനായി കൊണ്ടുവന്ന തുണിയും എണ്ണയും എല്ലാം തീർന്നു. എന്നിട്ടും വാൽ ഒരുപാട് ശേഷിച്ചു. ഈ സമയത്ത് അത് കണ്ടുനിന്ന മറ്റു രാക്ഷസന്മാർ ഹനുമാനെ കുറിച്ച് പറയുന്ന വിവിധ അഭിപ്രായങ്ങളാണ് പ്രസ്തുത സന്ദർഭത്തിൽ. ചില രാക്ഷസന്മാർ ഹനുമാൻ ദിവ്യനും വിശുദ്ധനുമാണെന്നും സർവനാശം വരുത്തിവെക്കുവാനുള്ള ഈ കുസൃതി ആർക്കു തോന്നിയതാണെന്നും ചോദിക്കുന്നു. എന്നാൽ മറ്റു ചിലർ ഹനുമാൻ ധിക്കാരിയാണെന്നും ഉടൻ തന്നെ വാലിൽ തീ കൊളുത്തണമെന്നും പറയുന്നു. ബഹുജനം പലവിധമാണെന്നാണല്ലോ ചൊല്ല്. ചിലർ ഹനുമാന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി, എന്നാൽ മറ്റു ചിലർ ഹനുമാൻ ധിക്കാരിയാണെന്ന് മുദ്രകുത്തി. നമ്മുടെ സമൂഹത്തിലും ഇത്തരം കാര്യങ്ങൾ പതിവായി സംഭവിക്കാറുണ്ട്. മറ്റുള്ളവരുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുവാൻ നമ്മളാരും പലപ്പോഴും തയ്യാറാകാറില്ല. നല്ല ഭംഗിയായിട്ടാണ് വിശദീകരിച്ചത്.
നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ. നന്നായിട്ട് പറഞ്ഞു, നന്നായിട്ട് ചൊല്ലി. ഇത് ഈ വരികൾ എനിക്ക് ഇപ്പോൾ കാണുമ്പോൾ എനിക്കത് മുട്ടിടിക്കും. നികൃതി പെരുവതിനുവസരങ്ങളിലൊന്നിനി സ്നേഹവുമെല്ലാം ഒടുങ്ങീത ശേഷവും അലമലമിതമലനിവനെത്രയും ദിവ്യനിതാർക്കു തോന്നി വിനാശത്തിനെന്നാർച്ചിലർ അനലമിഹ വസനമിതിനലമിനി വാലധിക്കാശു കൊളുത്തുവിൻ വൈകരുതേതുമേ. ഗോപാലകൃഷ്ണൻ സർ. നിങ്ങൾ ആലപിച്ചത് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അടിപൊളിയായിട്ട്. ഇത് വലിയൊരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ്. എല്ലാ നല്ലവരും എപ്പോഴും നല്ലത് മാത്രം പറഞ്ഞു എന്ന് വരില്ല. എല്ലാ തിന്മ ചെയ്യുന്നവരും അല്ലെങ്കിൽ തിന്മയിലുള്ളവരും ചീത്തവരും എപ്പോഴും ചീത്ത തന്നെ പറഞ്ഞു എന്ന് വരില്ല. ഇപ്പം രാക്ഷസ കുലത്തിലുള്ളവരാണ് ഹനുമാനിലുള്ള മഹത്വം കണ്ടത്. താനത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. അത് ശരിക്കും പ്രായോഗികമായിട്ട് പറഞ്ഞത് വളരെ സോഫ്റ്റായിട്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ നന്നായി പറഞ്ഞു, ജനറലി നന്നായി പറഞ്ഞു. സാർ പറഞ്ഞ അക്ഷരസ്ഫുടത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ പറഞ്ഞ നല്ല ഭംഗിയായി എന്ന് പറയുന്നതും ഭംഗിയായി എന്ന് പറയുന്നതും തമ്മിൽ വളരെ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസേ വരുന്നുള്ളൂ. പക്ഷേ ഭംഗിയല്ല, ഭംഗിയാണ്. അപ്പോൾ അത് ആ സ്പെസിഫിക്കായ ഭാഷയോട് സ്നേഹവും ഭാഷയോടൊരു പ്രണയവും ഉള്ളവരാ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഓഫ് ആൾക്കാർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു ഫീഡ്ബാക്ക് കിട്ടാറ്. എക്സലന്റ്. നമുക്ക് മാർക്സിലോട്ട് പോവാം. ശ്രീകുമാർ സർ. 8 out of 10. ഗോപാലകൃഷ്ണൻ സർ. 8 മാർക്ക്. കിഷോർജി. 8 തരണമെന്നുണ്ട്, പക്ഷേ 8 മാർക്ക്. ടീം ബി നേടിയിരിക്കുന്നത് 24 മാർക്കാണ്. ഇതോടെ ഇന്നത്തെ ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്തത് രാമായണ നൃത്തശില്പമാണ്.
നമുക്ക് പരിചയപ്പെടാം. പേര് പറയൂ. എൻ്റെ പേര് അനന്തകൃഷ്ണൻ AS, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആനന്ദകൃഷ്ണൻ കുറെ കാലമായോ പഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ വിചാരിച്ച ആനന്ദകൃഷ്ണൻ ഒരു 5ാം ക്ലാസ്സിലാന്ന് കേട്ടോ. ആ എൻ്റെ പേര് ആദിത്യ AP, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ കുട്ടിത്തം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ആ മോളുടെ പേര് പറയൂ. എൻ്റെ പേര് ദേവു കൃഷ്ണ, 8ാം ക്ലാസ്. എൻ്റെ പേര് നന്ദിത, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് രേവതി S നമ്പൂതിരി, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അമൃത S പ്രദീപ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ. ഓവറോൾ നന്നായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു എന്താണ് ഒരു ചാം, അതിനൊരു ഇതുണ്ടല്ലോ, ആ ഒരു ഫാക്ടർ കുറച്ചുകൂടെ ആകാമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ചാം കുറച്ച് കുറഞ്ഞു. ടോട്ടൽ കമ്മ്യൂണിക്കേഷനും കുറച്ച് ലാക്കിംഗ് ആയിരുന്നു. എനിവേ ഓൾ ദി ബെസ്റ്റ്. ഗോപാലകൃഷ്ണൻ സർ. നന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് എൻ്റെ പരിമിതമായ അറിവിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നിയത് ഒരു സ്മൂത്ത് ഫ്ലോ. ആ ഫ്ലോ ഉണ്ടെങ്കിൽ പാട്ടായാലും പ്രഭാഷണമായാലും ഡാൻസ് ആയാലും ഇഫക്റ്റീവ് ആവുള്ളൂ. കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഇഫക്റ്റീവ് ആവുള്ളൂ എന്നൊരു തോന്നൽ. നന്നായിരുന്നു. കുറേ കൂടി ഇമ്പ്രൂവ്മെൻറ്റിന് ധാരാളം സ്കോപ്പുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റിന് സ്കോപ്പുണ്ട്. ശരി, ഗുഡ് ഫോർ എ ബിഗിനിങ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ ഏരിയാസ് ഉണ്ട്. നേരത്തെ ശ്രീകുമാർ സാർ ഒരു വാക്ക് പറഞ്ഞു, ഈ വൗ ഫാക്ടർ എന്നൊരു കാര്യം വരുന്നുണ്ട്. ആ വൗ ഫാക്ടർ ഒരുപാട് ഡിഫറെൻറ്റ് കോഷ്യൻ്റ് ആണ്. 10 out of 10 വരാം, 2 out of 10 വരാം. അപ്പോൾ ആ വൗ ഫാക്ടറിലേക്കും കൂടെ കടക്കാനുള്ളൊരു പെർഫോമൻസിലേക്ക് നിങ്ങൾ എത്തണം. ചില ഏരിയാസിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. കുറച്ചുകൂടി ഒരു പ്ലസൻറ്റ് ഫേസ് വരണം, കുറച്ചുകൂടി ഇമോട്ട് ചെയ്യണം, ആ എക്സ്പ്രഷൻസ് വരണം. ആ എല്ലാ മൈക്രോ ജസ്റ്റേഴ്സിലൂടെ അത് വരുന്നത്. കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പക്ഷേ വെരി ഗുഡ് ഫോർ എ ബിഗിനിങ്. നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. ശ്രീകുമാർ സർ. 13 out of 20. ഗോപാലകൃഷ്ണൻ സർ. 14 മാർക്ക്. 13 out of 20. നിങ്ങൾ നേടിയിരിക്കുന്നത് 40 മാർക്കാണ്. ഈ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.